മൃഗങ്ങൾക്ക് വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതാടാ ശരത്തെ ഞാൻ ചെയ്തത്. ഒരുങ്ങിക്കോ മരിക്കാൻ. ഇനി അധികകാലം നീ ജീവിച്ചിരിക്കില്ല. ആ കാണുന്നത് എസ്റ്റേറ്റിന്റെ ഓഫീസ്. അവിടെ ചെന്ന് മാനേജറെ കണ്ടാൽ മതി, ജോലി കിട്ടും. മുൻപരിചയമില്ലാത്തവരെ ജോലിക്കെടുക്കോ? എടുക്കും. ഫീസ് വർക്കല്ലേ. നിങ്ങൾ ചെയ്യുന്ന പണിക്കാ കൂലി. ഞങ്ങൾ നന്നായിട്ട് പണിയൊക്കെ ചെയ്യും. എങ്കിൽ കൊള്ളാം. പണിക്കാണല്ലോ ഇങ്ങോട്ട് വന്നത്. ഒരു പ്രശ്നമില്ല, ധൈര്യമായിട്ട് വെക്കോ. എന്തെങ്കിലും തടസ്സം പറയുകയാണെങ്കിൽ ശിവദാസൻ പറഞ്ഞിട്ട് വരാണെന്ന് പറഞ്ഞാൽ. അല്ല, ആരാ ശിവദാസൻ? ഞാൻ തന്നെ. ഞാൻ പറഞ്ഞ മാനേജർ തള്ളിക്കളയില്ല. വലിയ ഉപകാരം. ആയിക്കോട്ടെ, ചെല്ലോ കേട്ടോ. ശരി. നീ നിരഞ്ജൻ സാറിനെ ഒന്ന് വിളി. ഹലോ. ആ സാറേ, ഞങ്ങൾ എസ്റ്റേറ്റിൽ ജോലിക്കാരൻ പോവുക. നന്നായി. അവിടെ നിന്ന് നിങ്ങൾ സ്വാമിയെക്കുറിച്ച് അന്വേഷിക്കണം. ആർക്കും ഒരു സംശയവും തോന്നരുത്. അത് പിന്നെ ഞങ്ങൾക്ക് അറിഞ്ഞൂടെ സാറേ. ആകെ ഒരു പ്രശ്നമേ ഉള്ളൂ. എന്താ അത്? മേലല്ലെങ്കിൽ പണിയെടുക്കണം. അത്തരം ശീലം ഞങ്ങൾക്കില്ലല്ലോ ഇതുവരെ. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അധികം ദിവസം ഒന്നും നിൽക്കണ്ടല്ലോ. വിവരങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ സ്ഥലം വിടണം. ഏൽപ്പിച്ച ജോലി കൃത്യമായിട്ട് ചെയ്ത് തിരിച്ചെത്തിയ ഞാൻ വലിയൊരു സമ്മാനം തരും. നിങ്ങൾക്ക് ഇന്ന് വരെ ആരും തന്നിട്ടില്ലാത്തൊരു സമ്മാനം. ആ ഒരു പ്രതീക്ഷയല്ല ഞങ്ങള്. എന്നാ വെക്കട്ടെ സാറേ. ശരി, കയറിക്കഴിഞ്ഞ് വിളിക്കാമേ. ബാ പോകാം. എന്തായി? വീട് ശരിയായോ? ആ, ശരിയായി. ഓ ഭാഗ്യം. ഇനി റോഡിൽ കിടക്കണ്ടല്ലോ. ഓ എന്താ ചിരിക്കുന്നേ? ഏയ്, ഞാനൊരു തമാശ ഓർത്ത് ചിരിച്ചു പോയതാ. കാള പറ്റുമെന്ന് കേൾക്കുമ്പോഴേ കയറെടുക്കാനോടുന്ന് ചിലരുണ്ട്. അതിൽപ്പെടും നിങ്ങളെല്ലാവരും. വീട് ശരിയാക്കണ്ടായിരുന്നു എന്നാണോ ഡാഡി പറയുന്നത്? നിങ്ങൾക്കാർക്കും എന്നെ വിശ്വാസമില്ലല്ലോ. എങ്ങനെ വിശ്വസിക്കും? കാശിന് കാശ് തന്നെ വേണ്ടേ? അതൊക്കെ ഉണ്ടാവും. എങ്ങനെ ഉണ്ടാവുന്ന ഡാഡി പറയുന്നേ? ആ സ്വാമി ഒറ്റൊരുത്തനാ ഡാഡിയെ വഴിതെറ്റിക്കുന്നേ. ഡാഡി ആണെങ്കിൽ ആ സ്വാമി ഇപ്പോഴും വിശ്വസിക്കുന്നു ഓർക്കുമ്പോഴാണ് എനിക്ക് അത്ഭുതം തോന്നുന്നേ. സ്വാമി കാരണം എനിക്ക് എന്ത് സംഭവിച്ചോന്നാ നിങ്ങൾ പറയുന്നത്? ഇപ്പൊ ഈ ഉണ്ടായത് മുഴുവൻ സ്വാമി കൂടി കാരണം സംഭവിച്ചതല്ലേ? ആ സ്വാമി നല്ലവനായിരുന്നെങ്കിൽ ഇത്തരം കുരുക്കളിൽ ചെന്ന് ഡാഡി പെടുവായിരുന്നോ? നിങ്ങൾ എന്തറിഞ്ഞിട്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? സർ, കുറച്ചെങ്കിലും ഞങ്ങളെ വിശ്വാസത്തിലെടുക്കണം. സ്വാമി ആരാണെന്ന് അധികം വൈകാതെ സാറിന് മനസ്സിലാവും. അതിനുവേണ്ടി കുറേ ആയല്ലോ നിങ്ങളൊക്കെ ശ്രമിക്കുന്നു. ഇതുവരെ ഒന്നും കിട്ടിയില്ലേ? അടുത്ത് തന്നെ കിട്ടും. കോട്ടിട്ട ആളാണോ മുണ്ടും ഷർട്ടും ഇട്ട ആളാണോ യഥാർത്ഥ സ്വാമിയെന്ന് അധികം വൈകാതെ തന്നെ ഞങ്ങൾ തെളിയിച്ചോളാം സർ. എന്നെ കരുതി മാത്രമാണ് സ്വാമി ഇവിടെ നിൽക്കുന്നത്. സ്വാമി എന്താണെന്ന് എനിക്കറിയാവുന്നതുപോലെ അത് മറ്റാർക്കും അറിയില്ല. അതറിയേണ്ട ആവശ്യമില്ല. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെയാ സ്വാമി എൻ്റെ കൂടെ നിൽക്കുന്നത്. എന്നിട്ടും നിങ്ങൾ ആ പാവത്തിനെ കുറ്റപ്പെടുത്തുകയും സംശയിക്കുന്നതും കാണുമ്പോൾ നല്ല വിഷമം തോന്നാറുണ്ട്. അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടെന്ത് കാര്യം? ഇഷ്ടപ്പെട്ടില്ല.
ഈ ഒരു കോൾ ഞാൻ പ്രതീക്ഷിച്ചു സർ. ദേവിക കാണിക്കുന്ന ശുദ്ധ മണ്ടത്തരം. ചന്ദ്രയും കൂടി സമ്മതിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി എന്തിനാ നീട്ടിക്കൊണ്ടു പോകുന്നത്? അങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നില്ലല്ലോ സർ. വേണ്ടെന്ന് വെക്കല്ലേ ചെയ്തത്. അതെന്തിനാന്നാ ചോദിച്ചത്? ഒരിക്കലും ഞാൻ അങ്ങനെ ഒന്നും ആഗ്രഹിക്കാത്തതുകൊണ്ട്. ദേവിക ഇതുവരെ ശ്രുതിക്ക് വേണ്ടി ജീവിച്ചു. ഇനിയെങ്കിലും ദേവിക്ക് വേണ്ടി ജീവിച്ചുകൂടെ? എന്റെ സുധിയേട്ടനില്ലാതെ എനിക്ക് മാത്രമായിട്ടൊരു ജീവിതം അതെനിക്ക് വേണ്ട സർ. സുധിയേട്ടനും ഞാനും തമ്മിലുള്ള അടുപ്പത്തിന് ആയുസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ശരിയാ. എങ്കിലും ഞങ്ങൾ ശരിക്കും ജീവിച്ചു തുടങ്ങിയത് സുധിയേട്ടന്റെ മരണത്തിന് ശേഷമാണെന്നുള്ളത് സത്യം. ഓർമ്മയും ഒരു തരത്തിൽ പറഞ്ഞ ജീവിതം തന്നെയല്ലേ സർ? അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. എന്നാലും ഇത് തട്ടിക്കളയരുതെന്നേ ഞാൻ പറയൂ. എന്തോ എനിക്കതിന് പറ്റുന്നില്ല സർ. പറ്റണമെന്ന് പറയാനാ ഞാൻ വിളിച്ചത്. കാലം നമുക്ക് ഒരുപാട് അവസരങ്ങളൊന്നും തരില്ല ദേവികെ. കിട്ടുന്നത് ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ അതോർത്ത് ദുഃഖിക്കേണ്ടി വരും. ഇപ്പോൾ ഉള്ളതിലും വലിയ ദുഃഖം വേറെന്ത് സർ വരാനുള്ളത്? പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇനിയെല്ലാം ദേവികയുടെ ഇഷ്ടം. ഞാൻ ഫോൺ അക്ഷരയ്ക്ക് കൊടുക്കാം. ആ ശരി. ദേവികെ, സുഖല്ലേ? ആ അങ്ങനെ പോകുന്നു മാഡം. ഓണത്തിന് എന്താ പരിപാടി? ഓണത്തിന് ഒന്നങ്ങനെ തീരുമാനിച്ചിട്ടൊന്നുമില്ല. ഓണമൊക്കെ എൻ്റെ ജീവിതത്തിൽ ഇല്ലാതായിട്ട് വർഷങ്ങൾ കുറേയായി. ഓണം മാത്രമല്ല, ഒരാഘോഷത്തിന് ഞാനിപ്പോ നിന്ന് കൊടുക്കാറൊന്നുമില്ല. പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നില്ല. എന്നാലും ഒന്ന് റീതിങ്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യ്. അതുകൊണ്ട് ദോഷത്തിന് പകരം ഗുണമേ ഉണ്ടാവൂ. ഇങ്ങനെ ഒരു കല്യാണം കഴിച്ച് കിട്ടുന്ന ഗുണമൊന്നും തൽക്കാലം എനിക്ക് വേണ്ട മാഡം. ഇതുപോലൊക്കെ ജീവിച്ചു പോകാനേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഒരിക്കലും ദേവികയുടെ തീരുമാനം മാറില്ല എന്നുണ്ടോ? അറിയില്ല, പക്ഷെ ഇപ്പോ എന്റെ തീരുമാനം വേണ്ടെന്ന് തന്നെയാ. നാളെ ഇപ്പൊ എങ്ങനെ ചിന്തിക്കുമെന്ന് പറയാൻ ഞാൻ ആളല്ലല്ലോ മാഡം. അങ്ങനെ ഒരു ചിന്ത എന്റെ മനസ്സിൽ വരട്ടെ, അപ്പൊ ഞാൻ പറയാം. ആ ശരി. എന്താ ഒരാലോചന? എന്താ ചിരിക്കുന്നത്? സാധാരണ എന്നെ കാണുമ്പോ കാർമേഘ ഉരുണ്ട് കയറാറാണല്ലോ മുഖത്ത്. ഇതെന്ത് പറ്റി? നല്ല വെയിലാ മനസ്സിലിപ്പോ, അതിന്റെ ചിരിയായത്. കുറച്ചു നേരമായി ഞാൻ ശ്രദ്ധിക്കുന്നു. പറയുന്നതിൽ മുഴുവനും ഒരു കുത്തുവാക്ക്. എന്താടി, എന്താ നിന്റെ മനസ്സിൽ? എല്ലാം അറിയുന്ന ആളല്ലേ, കണ്ടുപിടിക്ക്. നിന്റെ ഈ ചിരി ഉണ്ടല്ലോ, പരിഹാസച്ചിരി, അത് കരച്ചിലാക്കി തരണം ഞാൻ. ശ്രമിച്ചു നോക്ക്, അപ്പം മനസ്സിലാവും ശരിക്കും കരയുന്നത് ആരാന്ന്. എന്തുപടി ഭീഷണിപ്പെടുത്തുവാണോ? എന്തേ, എനിക്ക് ഭീഷണിപ്പെടുത്തിക്കൂടെ? കൊറേ നാളായല്ലോ നീ കളി തുടങ്ങിയിട്ട്. ഇപ്പൊ എനിക്ക് റെഫറിയുടെ റോളാ. നീട്ടി ഒന്ന് വിസിലടിച്ചാ അപ്പ കളി നിർത്തി കളത്തിന് പുറത്തു പോവേണ്ടിയിരുന്നു. ഓ, ഞാൻ പുറത്തു പോകാൻ സമയമായി എന്നാണോ നീ ഉദ്ദേശിക്കുന്നത്? ഞാൻ എങ്ങും പോവില്ലടി, ഇവിടെ തന്നെ കാണും നിന്റെ മുൻപിൽ.